മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ സഹായത്തിൽ കേന്ദ്രത്തെ ഇന്ന് മുഖ്യമന്ത്രി കടന്നാക്രമിച്ചു. വിവരങ്ങൾ കൃത്യമായി കൈമാറിയിട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്നു. SDRF-ൽ നിന്ന് തുക ചെലവഴിക്കുന്നതിൽ സംസ്ഥാനത്തിന് പരിമിതികളേറെ. വാസ്തവവിരുദ്ധമായ പ്രചാരണങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താസമ്മേളനത്തിൽ. മുണ്ടക്കൈ ചൂരൽമല വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച മുഖ്യമന്ത്രി കേന്ദ്രം ഒളിച്ചോടാനാണ് ശ്രമിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞ് 100 ദിവസം കഴിഞ്ഞിട്ടും കേരളത്തിന് ₹1 പോലും നൽകിയില്ല. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം 100 ദിവസത്തിലധികമായി. മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ട് 3 മാസത്തിലധികമായി. ഇതിനിടയിൽ മറ്റു പല സംസ്ഥാനങ്ങൾക്കും രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട്. എന്നിട്ടും പ്രത്യേക ധനസഹായമായി ₹1 പോലും കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. കേരളം വിശദമായ റിപ്പോർട്ട് നൽകിയില്ലെന്ന് പറഞ്ഞ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനങ്ങളെയും പാർലമെന്റിനെയും തെറ്റിദ്ധരിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം നൽകാൻ വൈകിയിട്ടില്ല. ഈ റിപ്പോർട്ട് വൈകിയതുകൊണ്ടാണ് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്ന വിചിത്രവാദമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിൽ നിന്നുള്ള MP-മാർക്കുള്ള മറുപടിയായി പറഞ്ഞിരിക്കുന്നത്. ഇത് ദുരന്ത മേഖലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ്. SDRF-ൽ നിന്ന് തുക ചെലവഴിക്കുന്നതിൽ പരിമിതിയുണ്ട്. ഒരുമിച്ച് നിന്ന് കേന്ദ്രത്തെ ചോദ്യം ചെയ്യാൻ കഴിയണമെന്ന് പ്രതിപക്ഷത്തോട് മുഖ്യമന്ത്രി. ആ ഒരു ദുരുപദിഷ്ടമായ നിലപാട് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നുണ്ടോ മറ്റു പലതിൻ്റെയും പേരിൽ? ഇതാണ് നാം ഗൗരവമായി കാണേണ്ട കാര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഒരു നാടെന്ന നിലക്ക് ഒന്നിച്ച് ചോദ്യം ചെയ്യാൻ സന്നദ്ധമാവുക എന്നതാണ് വേണ്ടത്. SDRF കണക്കുകൾ സമയബന്ധിതമായി സമർപ്പിക്കാത്തതിലെ ഹൈക്കോടതി വിമർശനങ്ങൾക്ക് കണക്കുകൾ തയ്യാറാക്കാൻ സമയം വേണമെന്ന് കോടതി അറിയിച്ചിരുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. 24 തിരുവനന്തപുരം.